ചീരയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ചീര കൊണ്ടുള്ള കട്ട്ലറ്റ്. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ട് നമ്മൾക്ക് ഈ കട്ട്ലറ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. കട്ട്ലറ്റ് ഉണ്ടാക്കാനായി ഞാനിവിടെ 2 കെട്ട് ചീരയാണ് എടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 400-500 ഗ്രാം ഉണ്ടാവും. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം ചെറുതായി നുറുക്കിയെടുക്കാം. തോരനൊക്കെ അരിയുന്നത് പോലെ ഇതുപോലെ ചെറുതായി ഒന്ന് നുറുക്കിയെടുത്തതാണ്. അതേപോലെ തന്നെ 1 കിലോ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണിത്. ഇനി ഇത് നന്നായി ഒന്ന് കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായി കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കട്ട്ലറ്റിനുള്ള മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ചൂടായ കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കണം. പെരിഞ്ജീരകം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ പച്ചമണമൊക്കെ നന്നായി മാറി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കാണും. 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോ പച്ചക്കറികളൊക്കെ നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ചിക്കൻ മസാല ചേർക്കുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ഗരം മസാല ചേർത്താലും മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറ്റിയെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ചീര ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്കും ഇതിന്റെ ക്വാണ്ടിറ്റി നേരെ പകുതിയായി മാറും. ഈ സമയത്ത് നമ്മൾക്കിത് ഇളക്കാനൊന്നും നിൽക്കണ്ട. ഒന്ന് മൂടി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നമ്മൾക്ക് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറക്കാം. ചീരയൊക്കെ ആവിയിൽ ചെറുതായി ഒന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മൾക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ ചീരയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോ ചീരയും മസാലയും ഒക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മൂടി അടച്ചു വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോ ചീരയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മൂടി അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിൽ എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ അത് പോവാനായി ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. വെള്ളത്തിന്റെ അംശമുണ്ടെങ്കിൽ കട്ട്ലറ്റ് ഉണ്ടാക്കി വരുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചീരയിലെ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാൻ പറയുന്നത്. ഇപ്പോ ചീരയൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ചീരയും ഉരുളക്കിഴങ്ങുമൊക്കെ നന്നായി ഒന്ന് യോജിച്ച് വരുന്നത് വരെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം.
കട്ട്ലറ്റിന്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരമുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കൂട്ട് തണുക്കാനായി നമ്മൾക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മിക്സി ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. കട്ട്ലറ്റ് പൊതിയാനുള്ള ബ്രെഡ് ക്രംസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾക്ക് കട്ട്ലറ്റ് മുക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പാൽപമായി വെള്ളം ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ ദോശമാവിനെക്കാട്ടിലും കുറച്ചുകൂടി അയവുള്ള ഒരു ബാറ്റർ ആക്കി എടുക്കണം. കട്ട്ലറ്റ് മുക്കിയെടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോ കട്ട്ലറ്റിന്റെ കൂട്ട് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സ്ലൈസ് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട്ലറ്റിന്റെ കൂട്ടിൽ എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ അത് ഈ ബ്രെഡ് ക്രംസ് വലിച്ചെടുക്കുകയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. ഇതെല്ലാം കൂടി ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചീരയുടെ കൂട്ടിൽ നിന്ന് ആദ്യം തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോളായിട്ട് നമ്മൾക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് എടുക്കുന്നത്. ഇത് ഇനി കൈവെള്ളയിൽ വെച്ച് റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനി നമ്മൾ മൈദയുടെ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് പൊതിഞ്ഞെടുക്കാം. ആദ്യത്തെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മൾക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതേപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കട്ട്ലറ്റ് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കട്ട്ലറ്റ് ഓരോന്നായി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ ഇത് തിരിച്ചിടാൻ പാടില്ല. കുറച്ചൊന്ന് ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരു ഭാഗം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോ 2 ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ കട്ട്ലറ്റ് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ കട്ട്ലറ്റുകളും നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇലക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും നല്ല രുചിയോടെ വാങ്ങി കഴിക്കുന്ന ഈ ചീര കട്ട്ലറ്റ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.